വിജയുടെ നമസ്കാരം. നമസ്കാരം. വിജയുടെ കഴിഞ്ഞ ദിവസം അമേരിക്കയുടെ ഒരു അപ്പാച്ചെ വിമാനം ഹോർമൂസിൽ തകർന്നു വീണു എന്നുള്ളൊരു വാർത്ത പുറത്തു വന്നു. പക്ഷെ ആർക്കും പരിക്കില്ല, എല്ലാവരും അത്ഭുതകരമായി രക്ഷപ്പെട്ടു എന്നുള്ളതാണ് ആ വാർത്ത. അതിന് കഴിഞ്ഞ ദിവസം മുമ്പ് 24 ഇന്ത്യൻ നാവികരുള്ള ഒരു കപ്പൽ അമേരിക്ക ആക്രമിച്ചു ഹോർമൂസ് കടലിടുകിൽ എന്നുള്ളൊരു റിപ്പോർട്ട് പുറത്തു വരുന്നു. അതിനുശേഷമാണ് ഈ അപ്പാഷെ വിമാനം തകർന്നു വീണു എന്നുള്ളൊരു റിപ്പോർട്ട് പുറത്തു വരുന്നത്. അപ്പൊ ഈ അപ്പാഷെ വിമാനം എങ്ങനെ തകർന്നു വീണു എന്നുള്ള ചോദ്യത്തിന് അമേരിക്ക തന്നെ തന്നിരിക്കുന്ന മറുപടി എന്ന് പറയുന്നത് അത് സാങ്കേതിക തകരാറാണ് തകർന്നു വീണത്. പക്ഷെ ഈ സാങ്കേതിക തകരാറാണ് തകർന്നു വീണതെങ്കിൽ ഈ വിമാനത്താവളം തകർന്നു വീണതിന് ഈ ഹെലികോപ്റ്റർ തകർന്നു വീണതിന് പ്രതികാരമായിട്ട് ഇന്നലെ അമേരിക്ക ഇറാനിൽ വമ്പൻ വ്യോമാക്രമണം നടത്തി. ഞങ്ങളുടെ വിമാനം തനിയെ തകർന്നു വീണതിന് ഇറാനിലോട്ട് എന്തിനാണ് അമേരിക്ക വമ്പൻ വ്യോമാക്രമണം നടത്തുന്നത് എത്ര ആലോചിച്ചിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും ഈ വ്യോമാക്രമണത്തിന് ശേഷം ഇറാന്റെ സംഹാര താണ്ഡവമാണ് പിന്നെ കാണാനായിട്ട് സാധിച്ചത്. ഒരു രാജ്യത്തിലേക്ക് കൂടെ ഇറാൻ മിസൈലുകൾ അയച്ചിരിക്കുന്നു. ആ മിസൈലുകളാൽ ആ രാജ്യം വിറച്ചു. ജോർദാൻ വിറച്ചു എന്നാണ് പാശ്ചാത്യ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ജോർദാനും നേരെ മാത്രമല്ല, കുവൈറ്റിനും ബഹ്റിനും നേരെ ഇപ്പോൾ മിസൈൽ ആക്രമണം നടത്തിയിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. അപ്പൊ കഴിഞ്ഞ വാർത്തയിൽ നമ്മൾ പറഞ്ഞിരുന്നു ബഹ്റിനിൽ ബങ്കറിലോട്ട് പോകാനായിട്ട് നാട്ടുകാരോട് പറഞ്ഞിട്ടുണ്ടെന്ന്. അപ്പൊ പല ആൾക്കാരും അതിന്റെ താഴെ വന്ന് കമന്റ് അടിച്ചു, ബങ്കർ ഇല്ല എന്ന്. യഥാർത്ഥത്തിൽ അവിടെ സുരക്ഷിതരായിട്ട് ഇരിക്കാനാണ് അവിടെ പറഞ്ഞത്. പിന്നെ നമ്മൾ ഈ നിരന്തരം ഞാൻ ഈ നിരന്തര യുദ്ധ വാർത്തകൾ മാത്രം എടുക്കുന്നതുകൊണ്ട് എവിടെയും ബങ്കറിന്റെ സ്റ്റോറികളാണുള്ളത്. അതായത് യൂറോപ്പില്, ജർമ്മനിയില്, ഇറ്റലിയില്, പിന്നെ റഷ്യയില്, ഇസ്രായേൽ, ഇവിടെ എല്ലാം ബങ്കർ മാത്രമാണ് ഉള്ളത്. അപ്പോ ഇവിടെ ബങ്കർ ഇല്ല, അത് സത്യമാണ്. പക്ഷെ അവരെ സുരക്ഷിതമായിട്ടുള്ള ഷെൽട്ടർ ഹോമുകളിലേക്ക് മാറാം. അത് എനിക്ക് പറഞ്ഞപ്പോൾ ഞാൻ ബങ്കർ എന്നങ്ങ് പറഞ്ഞതേ ഉള്ളൂ. പക്ഷെ അത് ആൾക്കാർ ഇത്ര സീരിയസ് ആയിട്ട് എടുത്തിട്ട് അതിന്റെ താഴെ വന്ന് കമന്റ് അടിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. എന്തായാലും ഇപ്പോ വലിയ ആക്രമണം തുടങ്ങിയ ഈ ഒരു സാഹചര്യത്തിൽ ഗൾഫ് മേഖലയിലെ അമേരിക്കൻ സൈനിക താവളങ്ങളെല്ലാം തന്നെ കനത്ത ജാഗ്രതയിലേക്ക് പോകണമെന്നാണ് ഇവരെല്ലാം പറഞ്ഞിരിക്കുന്നത്. തെക്കൻ ഇറാനിലെ US ആക്രമണത്തിന് മറുപടിയായിട്ടാണ് മിസൈൽ ആക്രമണം നൽകിയതെന്ന് ഇറാൻ സൈനിക കമാൻഡന്റ് അവകാശപ്പെട്ടു. എന്തായാലും ഇറാന്റെ ഉന്നത സൈനിക കമാൻഡന്റ് ആയിട്ടുള്ള ഖതം അൽ അൻസിബയിൽ നിന്ന് വരുന്ന പ്രസ്താവന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇതോടുകൂടി നിൽക്കില്ല, ഇത് വീണ്ടും തുടങ്ങുകയാണ്, ഞങ്ങൾ ഇനി ആക്രമണം വ്യാപിപ്പിക്കാൻ പോവുകയാണെന്ന് പറയുന്നു. ആക്രമണം വ്യാപിപ്പിക്കാൻ പോകുമ്പോൾ നമുക്കിത് പല ആസ്പെക്റ്റിലൂടെ ചർച്ച ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യമാണെങ്കിലും ഈ ഇറാൻ വീണ്ടും ആക്രമണം തുടങ്ങുമ്പോൾ റഷ്യയുടെ പിന്തുണയുണ്ട്, ചൈന നിശബ്ദമായി പിന്തുണയ്ക്കുന്നുണ്ട്, വേറെ പല രാജ്യങ്ങളും ഇറാനോടൊപ്പം അണിനിരന്നിട്ടുണ്ട്. എന്തായിരിക്കും ഇനി നടക്കാൻ പോകുന്ന കാര്യം? ഈ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇറാന്റെ ഭാഗത്ത് പ്രസ്താവന വന്നിരുന്നു. അദ്ദേഹം അതിന്റെ സൈനിക മേധാവിയാണ്. അദ്ദേഹം പറഞ്ഞത് ഇനി ഒരു യുദ്ധം ഉണ്ടായി കഴിഞ്ഞാൽ, ഇനി ഞങ്ങൾക്കെതിരെ ഒരു ആക്രമണം അമേരിക്കയുടെ ഉണ്ടായി കഴിഞ്ഞാൽ ഞങ്ങളത് മിഡിൽ ഈസ്റ്റിൽ മാത്രം ഒതുക്കി നിർത്തുന്നില്ല, ലോകം മുഴുവൻ ഞങ്ങൾ അടിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങളുടെ വ്യോമത്താവളം എവിടെ ഉണ്ടോ അവിടെ ലോകവ്യാപകമാകും എന്ന് പറഞ്ഞിരുന്നു. ഇപ്പോഴും ഒരു വാർത്ത വരുമ്പോൾ ഇറാൻ പറഞ്ഞത് സംഭവിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം ജോർദാനിലാണ് അവർ ആക്രമിച്ചിരിക്കുന്നത്. ജോർദാനിലെ അവരെ ആക്രമിച്ചിരിക്കുന്ന ചെറിയൊരു സ്ഥലത്തല്ല, അവിടെ US-ന്റെ അൽ അസ്രാഖ് എന്ന് പറയുന്ന ഒരു വ്യോമത്താവളം. അൽ അസ്രാഖ് എന്ന് പറയുന്ന ചെറിയ ഒരു വ്യോമത്താവളവുമല്ല, അവരുടെ F-35 ഒരു ഹാങ്ങർ കൂടിയാണ്. അവിടെ അവർക്ക് ഒരു കമാൻഡ് ആൻഡ് കൺട്രോൾ റൂം ഉണ്ട്. ഇതെല്ലാം ലക്ഷ്യമാക്കിക്കൊണ്ട് 4 മിസൈലുകൾ അവിടെ പതിച്ചു എന്നാണ് ഇറാനിയൻ മാധ്യമങ്ങൾ പറയുന്നത്. ഏതായാലും ജോർദാനിൽ ആക്രമിച്ചിട്ടുണ്ട്. ഇതിപ്പോ ഈ GCC രാജ്യങ്ങൾ വിട്ടിട്ട് പശ്ചിമേഷ്യയുടെ തന്നെ മറ്റൊരു ഭാഗത്തേക്ക് യുദ്ധം നീങ്ങുകയാണ്. ജോർദാനിലേക്ക് ആക്രമിക്കുന്നു എന്ന് പറയുമ്പോൾ അതൊരു ചെറിയ കാര്യമല്ല. കാരണം അത് കുറച്ച് കൂടുതൽ ഇടങ്ങളിലേക്ക്, കാരണം ഇതിനു മുമ്പ് ഇത് ഒന്നാം ഘട്ട, നമുക്കിപ്പോൾ പല ഘട്ടങ്ങളായിട്ട് യുദ്ധത്തിൽ തിരിക്കേണ്ട ഒരു സാഹചര്യമാണ്. ഒന്നാം ഘട്ട യുദ്ധം, അതായത് ഈ വെടിനിർത്തലിനൊക്കെ മുമ്പുണ്ടായിരുന്ന ആ യുദ്ധത്തിൽ ജോർദാൻ ഒരു ടാർഗറ്റ് ആയിരുന്നില്ല. പക്ഷെ ഇപ്പോൾ ജോർദാൻ ഒരു ടാർഗറ്റ് ആയിരിക്കും. ഇനി അടുത്ത ടാർഗറ്റ് ആകാൻ പോകുന്ന പ്രദേശം അസർബൈജാൻ ആകാനാണ് സാധ്യത. കാരണം അവിടെയാണ് ഈ പറയുന്ന ഇസ്രായേൽ താവളം ഒരുക്കിയിട്ടുണ്ട് എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം പറഞ്ഞ ഒരു രാജ്യം. ആ രാജ്യത്തേക്കായിരിക്കും ഇനി അവിടെ ഒരു മിസൈൽ ആക്രമണത്തിന്റെ സാധ്യതകൾ കാണുന്നത്. മുമ്പ് കഴിഞ്ഞ ഒന്നാം ഘട്ടത്തിൽ അവിടെ ഒരു ഡ്രോൺ ആക്രമണം മറ്റും ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് ഇസ്രായേലിന്റെ താവളം അവിടെ ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവർ അടിച്ചത്. ഇനിയിപ്പോ ചിലപ്പോൾ അതും ഒരു ഭാഗമാകുന്നു. അങ്ങനെയെങ്കിൽ അത് സെൻട്രൽ ഏഷ്യയിലേക്ക് കൂടെ വരുന്നു എന്നാണ് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഭാഗം. കാരണം റഷ്യയുടെയൊക്കെ ഒരു ഭാഗമായിരുന്നല്ലോ. അപ്പം അങ്ങനെ വരുന്നു എന്ന് വേണം നമ്മൾ അതിനകത്ത് കരുതാൻ. അങ്ങനെ വരികയാണെങ്കിൽ റഷ്യയും ഉക്രൈനും തമ്മിൽ വാറാണ്, ഏതാണ്ട് ഒരു വേൾഡ് വാറിന്റെ ഭാഗത്തേക്ക് ഇത് നീങ്ങുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ജോർദാനിലേക്കാണ് വന്നിരിക്കുന്നത്. പൊതുവെ ജോർദാൻ ഈ ഇത്തരം സംഘർഷങ്ങളുടെ ഒരു ഭാഗമായിട്ടില്ല ഇതുവരെ. കാരണം മുൻകാലങ്ങളിലൊക്കെ ഈ ഖത്തറും ഒമാനും ഒക്കെ ചെയ്യുന്ന പണി ജോർദാൻ ചെയ്തിരുന്നതാണ്. ഈ മധ്യസ്ഥ ശ്രമം ഒരു ഭാഗമായിരുന്നു. ജോർദാൻ രാജാവായിരുന്നു എവിടെയും മധ്യസ്ഥ ശ്രമത്തിന് ഓടി നടന്നുകൊണ്ടിരുന്നത്. ഇപ്പൊ അദ്ദേഹം ആ പരിപാടിക്ക് നിൽക്കുന്നില്ല. കാരണം ജോർദാൻ ഏതാണ്ടൊക്കെ തീർന്നു എന്നുള്ള രീതിയിലാണ് ഇപ്പൊ നിൽക്കുന്നില്ല. ഇപ്പൊ അതിന്റെ സ്ഥാനത്തേക്ക് ഖത്തറും ഒമാനും ഒക്കെ വന്നിരുന്നതാണ്. ഇപ്പോൾ ഏതായാലും അവിടെയൊക്കെ ഒരു സംഘർഷം നടക്കുന്നു. അത് തന്നെയല്ല, മാത്രമല്ല ഇവിടെ നമ്മൾ കാണുന്ന ഒരു കാര്യം, ഈ ആക്രമണത്തിൽ തിരിച്ചടി ഉടനുടൻ കൊടുത്തു ഇറാൻ പോവുകയാണ്. അവിടെയാണ് ധനുഷ് പറഞ്ഞ ഈ റഷ്യ, ചൈന, ഉത്തര കൊറിയ തുടങ്ങിയ രാജ്യങ്ങളുടെ ഒരു പിന്തുണ ഇറാനും വളരെ ശക്തമായി തന്നെ ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടി വരും. കാരണം ഇസ്രായേല് ലെബനനിൽ ആക്രമണം നടത്തുന്നു, അതിന് തൊട്ടു പിന്നാലെ
ഇസ്രായേലിലേക്ക് ഇറാൻ മിസൈലുകൾ അയക്കുന്നു, ഇസ്രായേൽ തിരിച്ചടിക്കുന്നു. കഴിഞ്ഞ ദിവസം ഷിപ്പുകൾക്ക് നേരെ ആക്രമണം നടക്കുന്നു. അതിന് തൊട്ടു പിന്നാലെ ഹൂത്തികൾ സൗദിയിലേക്ക് മിസൈൽ വായിക്കുന്നു, ഹൂത്തികൾ കളത്തിലിറങ്ങുന്നു. ഹൂത്തികൾ പറയുന്നു ചെങ്കടൽ ഞങ്ങൾ ഉപരോധിക്കുമെന്ന് പറയുന്നു. ഇറാൻ ആകട്ടെ ബഹ്റിനെയും കുവൈറ്റിനെയും ലക്ഷ്യം വെച്ച് ഇന്നും ആക്രമണം നടത്തിയിരുന്നു. അപ്പം ഇങ്ങനെ പോകുന്ന ഒരു വ്യാപകമായ രീതിയിൽ, അതായത് ഹോർമുസ് ഈ അടുത്ത കാലത്തൊന്നും സുരക്ഷിതമായൊരു താവളമല്ല എന്ന് ആണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം പറഞ്ഞത് നമ്മൾ കുറച്ചുകൂടി കെയർ ചെയ്യേണ്ടിയിരിക്കുന്നു. കാരണം നമ്മുടെ ഈ ഇടയൊക്കെ ഒരു വരവും പോക്കും കാര്യങ്ങളുമൊക്കെ. അതിനിടയിൽ നമ്മുടെ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ഇറാനിലുള്ള ഇന്ത്യക്കാരോട് എത്രയും പെട്ടെന്ന് അവിടെ സ്ഥലം വിടാനുള്ള ഒരു മുന്നറിയിപ്പും നൽകി കഴിഞ്ഞിട്ടുണ്ട്. ഇതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, ഈ യുദ്ധം വളരെ ശക്തമാകുമെന്നാണ്. യുദ്ധം അവസാനിക്കുമെങ്കിൽ അവിടുന്ന് ഇന്ത്യക്കാരോട് വിടാൻ പറയേണ്ട ആവശ്യമില്ല. എത്രയും പെട്ടെന്ന് നിങ്ങൾ അവിടുന്ന് ഇറാനിൽ അവശേഷിക്കുന്ന ഇന്ത്യക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങളെ രാജ്യം വിടൂ. നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇന്ത്യൻ എംബസിയുമായി ബന്ധപ്പെടൂ. ഇന്ത്യൻ എംബസിയുമായി ബന്ധപ്പെട്ടിട്ട് അവർ നിങ്ങൾക്ക് പറഞ്ഞു തരും കാര്യങ്ങൾ. നിങ്ങൾ പെട്ടെന്ന് പോകൂ എന്ന് നിരന്തരം അഭ്യർത്ഥിച്ചുകൊണ്ടിരിക്കും. നമ്മളടക്കമുള്ള എല്ലാ മാധ്യമങ്ങളും ആ വാർത്ത ചെയ്തതാണ്. എനിക്ക് തോന്നുന്നു ഒരു 4-5 ദിവസം മുമ്പായിരുന്നു ആ വാർത്ത വന്നത്. ഇന്ത്യൻ പൗരന്മാരോട് എത്രയും പെട്ടെന്ന് അവിടുന്ന് ഇറാൻ വിടാൻ പറയുന്നത്. അപ്പൊ അങ്ങനെ വിടണമെന്ന് പറയുമ്പോഴും അവിടെ യുദ്ധം ശക്തമാകുമെന്നുള്ളതിന്റെ ഒരു സൂചന മാത്രമാണത്. അപ്പൊ ഇങ്ങനെ ഗൾഫ് മേഖല വീണ്ടും ഒരു സംഘർഷത്തിലേക്ക് തീരുന്നു. അത് ഗൾഫും കടന്നുകൊണ്ട് മറ്റിടങ്ങളിലേക്ക് കൊണ്ട് അത് വ്യാപിക്കുന്നു എന്നുള്ളതാണ്. കാരണം ഇനിയിപ്പം ഓരോ നിമിഷവും നമ്മൾ മുമ്പും പറഞ്ഞിരുന്നു, ഈ യുദ്ധം എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ഒരു വാറിലേക്ക് പോവില്ല. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മിസൈലും ഡ്രോണുകളും വിട്ട് കളിച്ച് ഒരു അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കപ്പെടും ഈ ലോകത്തിൽ. ഒരു അരക്ഷിതമായ ഒരു മിഡിൽ ഈസ്റ്റ്, അരക്ഷിതമായ ഒരു GCC വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായി തന്നെ ലോകത്തിന്റെ എല്ലാ ഭാഗത്തും അതുണ്ടാക്കാൻ പോകുന്ന പ്രത്യാഘാതം വളരെ വലുതായിരിക്കും. കാരണം ഊർജത്തിന്റെ ഒരു പ്രധാന സ്രോതസ് മിഡിൽ ഈസ്റ്റ് തന്നെയാണ്. എണ്ണയായാലും വാതകമായാലും ഒക്കെ തന്നെ. അതിന് അവിടെ ഒരു ബ്ലോക്ക് വരുമ്പോൾ അതിൻ്റെതൊക്കെ നമ്മൾ തിക്തഫലം എല്ലാ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും അനുഭവിക്കുന്നുണ്ട്. നമ്മളുടെയൊക്കെ അവസ്ഥ ഇതാണെങ്കിൽ നമ്മളെക്കാൾ ദരിദ്രമായ ഒരുപാട് രാജ്യങ്ങളുണ്ട്. ശ്രീലങ്കയും ബംഗ്ലാദേശും നേപ്പാളും ഭൂട്ടാനും മ്യാൻമാറും അടക്കമുള്ള അനവധി രാജ്യങ്ങളുണ്ട്. അവിടത്തേക്ക് അവസ്ഥ എന്തോരം പരിതാപകരമായിരിക്കും. അങ്ങനെ രാജ്യങ്ങൾക്ക് ഒരു തകർച്ചയിലേക്ക് പോയി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു വലിയ ഭവിഷ്യത്ത് അവിടങ്ങളിലൊക്കെ അരാജകത്വവാദം ഉയർന്നു വരികയും വിഘടനവാദികളും ഭീകരവാദികളും ഉയർന്നു വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലുമാണ്. കാരണം നമ്മൾ പിടിച്ചുപറിയിൽ കൊള്ളയിലേക്കുമൊക്കെ പോകും. ഇന്ത്യ കണക്ക് ഒരു രാജ്യത്ത് സാധ്യമല്ല. കാരണം ഇവിടെ സുശക്തമായ ഒരു ഭരണഘടനയും ഭരണവും ഒക്കെ ഉള്ളതുകൊണ്ട് അവിടെ നടക്കില്ലായിരിക്കും. ഇതൊക്കെ ഇല്ലാതെ കുത്തൊഴിഞ്ഞ് നിൽക്കുന്ന ഒരു രാജ്യത്തൊക്കെ വീണ്ടും മേൽ പ്രശ്നങ്ങളിലേക്ക് പോകാനുള്ള സാധ്യതകളും ഒക്കെ ഉണ്ട്. ഏതായാലും പ്രധാനമന്ത്രി പറഞ്ഞതുപോലെ തന്നെ ഈ പതിറ്റാണ്ട് സംഘർഷങ്ങളുടെ പതിറ്റാണ്ടാകുമോ എന്നുള്ളതാണ് ഇപ്പോൾ സംശയം. കാരണം ഇപ്പോൾ അത് പടർന്നിരിക്കുന്നു. അതായത് മിഡിൽ ഈസ്റ്റിൽ നിന്ന് ആ സാധനം പതുക്കെ സെൻട്രൽ ഏഷ്യ, യൂറോപ്പിലേക്ക്. കാരണം ഇനിയിപ്പം ഇറാൻ ഏതെങ്കിലും ഒരു യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിലേക്ക് മിസൈൽ, അതായത് അമേരിക്കൻ താവളങ്ങൾ വെച്ചുകൊണ്ടാണ് ഇവർ ഈ മിസൈലുകൾ പായിക്കുന്നത്. അങ്ങനെ പായിച്ചാലും പ്രശ്നമാണ്. ഇനി സാമ്പത്തിക ഈ ഭ്രാന്ത് പിടിച്ച പുട്ടിൽ ഇനിയിപ്പോ എങ്ങോട്ടെങ്കിലും ഒരു യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിലേക്ക് ഒരു മിസൈൽ പായിച്ചാൽ അവിടെയും കഥ തീർന്നു. പെട്ടെന്നാണ്, അതായത് ഒരു മിസൈൽ കൊണ്ട് തന്നെ ലോകം മുഴുവൻ ഒരു യുദ്ധത്തിലേക്ക് വലിച്ചിഴക്കപ്പെടുന്ന ഒരു സാഹചര്യം. നമ്മളിത് പണ്ടും പറഞ്ഞാണ്, യുദ്ധമൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ യുവമാരെ മുഴുവൻ ഇത് വലിച്ചിടും, എല്ലാവരും ഇതിൽ മുങ്ങും എന്ന് നമ്മൾ പറഞ്ഞിരുന്നതാണ്. നമുക്ക് യുദ്ധത്തിനോടുള്ള ആഗ്രഹമല്ല, ലോകത്ത് തന്നെ നാശം ജയിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു യഥാർത്ഥ കാരണം. തോക്കുന്നത് നമ്മളെല്ലാം തന്നെയാണ് തോക്കുന്നത്. അതിലാരും ജയിക്കുന്നില്ല. ജയിക്കുന്നത് സാങ്കേതികത്വം മാത്രമാണ്. പരാജയപ്പെടുന്ന ജനങ്ങളാണ്. കാരണം പാർപ്പിടം നഷ്ടപ്പെട്ടവര്, രക്ഷകർത്താക്കളെ നഷ്ടപ്പെട്ട കുട്ടികൾ, ഭർത്താവിനെ നഷ്ടപ്പെട്ട ഭാര്യമാര്, കുടുംബമില്ലാതായവര്, അമ്മയെ അച്ഛനെ നഷ്ടപ്പെട്ടവർ, അങ്ങനെ എല്ലാവരും പരാജിതരാണ്. ആരും വിജയിക്കുന്നില്ല. ടെക്നിക്കലിൽ ഒരു രാജ്യം വിജയിച്ചു എന്നുള്ളതാണ്. ഇനി ആ വിജയം ആഘോഷിക്കാൻ പോലും നമുക്ക് കഴിയില്ല. ചിലപ്പോൾ നമ്മൾ ആ യുദ്ധത്തെ പ്രോത്സാഹിപ്പിക്കുന്നവരായിരിക്കും. ജയിക്കട്ടെ, അടിക്കട്ടെ എന്ന് പറയും. പക്ഷെ ഒരു ബോംബ് വീണ് കഴിഞ്ഞാൽ ആ വിജയത്തെ ജയിച്ചാൽ പോലും നമുക്കത് ആഘോഷിക്കാൻ കഴിയുന്നില്ല. അപ്പൊ അതുകൊണ്ട് യുദ്ധം ആത്യന്തികമായ ഒരു പരാജയമാണ് എല്ലാവർക്കും.